വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക ഉപ്പിലിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 100 ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തുറച്ചെടുത്തേക്കുന്ന നെല്ലിക്കയാണ്. നെല്ലിക്ക ഒരു ഫോർക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് കുറേശ്ശെ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കണം. അതിൽ ഉപ്പും മുളകും എല്ലാം അതിലേക്ക് ശരിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്ത നെല്ലിക്ക നല്ലൊരു ഗ്ലാസ് കുപ്പിയിലേക്ക് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ഒരു ഗ്ലാസ് കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ നെല്ലിക്കയും അതുപോലെ ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 5-6 പച്ചമുളക് എടുക്കുക. പച്ചമുളക് അതുപോലെ ഇങ്ങനെ നടുക്കൊരു ഹോൾ ഇടുക. നടുക്ക് ഹോൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ മുളകും അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നെല്ലിക്ക മുങ്ങി നിൽക്കാൻ പാകത്തിന് അളവിലുള്ള വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് നെല്ലിക്ക മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള അളവിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇത് നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ടൈറ്റായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. നമുക്കിത് 3-ാം ദിവസം എടുക്കാം. ശരിക്കും ഉപ്പും മുളകും എല്ലാം ശരിക്കും നെല്ലിക്കയിലും മുളകിലും എല്ലാം ശരിക്കും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ആ വെള്ളത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചമ്മന്തി അരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ചുമ്മാ കഴിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിക്കായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് സബ് ചെയ്യണേ.